10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ മറ്റൊരു പാഠവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ സാർ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ട ഒരു കവിത തന്നെയാണിത്, അല്ലേ? മൊബൈൽ ഫോൺ, അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ പലപ്പോഴും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, അല്ലേ? മൊബൈൽ ഫോണിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്നുള്ള രീതിയിലൊരു ചോദ്യം വന്നാൽ ആദ്യം നമ്മൾ അതിനെയാണ് ആദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്യാം. അതിനുശേഷം പാഠഭാഗത്തിലേക്ക് വരാം. മൊബൈൽ ഫോൺ വന്നതോടുകൂടി വിവര സാങ്കേതിക വിദ്യ കുറേ കൂടി എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ സാധിച്ചു എന്നതാണ് മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, അല്ലേ? ഏതെങ്കിലും ഒരു ദുരന്ത വാർത്തയാവട്ടെ, മറ്റെന്തെങ്കിലും ഒരു എമർജൻസി അത്യാവശ്യ ഘട്ടമാവട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒരു വസ്തു മൊബൈൽ ഫോണാണ്. ഏറ്റവും കൂടുതൽ അത് ഉപകാരപ്രദമാകുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, അല്ലെ, ഏതെങ്കിലും ഒരു സന്ദേശത്തെ കൃത്യതയോടുകൂടി അയക്കാൻ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി, അതുപോലെ ചില പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ ഏർക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടൊരു വാർത്ത, അല്ലെ? ഒരു കുഞ്ഞിൻ്റെ മിടിക്കുന്ന ഹൃദയവും മറ്റവയവങ്ങളുമായി ഒരു ആംബുലൻസ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ മൊബൈൽ ഫോൺ വഴിയാണ് ആളുകളെ നിയന്ത്രിക്കാനും റോഡുകൾ ഫ്രീ ആക്കാനുമൊക്കെ ആളുകൾ ശ്രമിച്ചതെന്ന് പറയുന്നത്. അപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അപകട മേഖലകളിൽ പെട്ടെന്ന് എത്തിപ്പെട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനൊക്കെ മൊബൈൽ ഫോൺ എന്നൊരു സാങ്കേതിക വിദ്യ വളരെ ഉപകാരപ്രദമാണ്. പിന്നെയോ അറിവിൻ്റെ സമസ്ത മേഖലകളെയും നയിക്കത്തക്ക രൂപത്തിലേക്ക് മൊബൈൽ ഫോൺ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്രദമാണ്. ഇതൊക്കെ അതിൻ്റെ നേട്ടങ്ങൾ തന്നെയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളും ആ മേഖലയിലുണ്ട് എന്നുള്ളതും നമുക്കൊക്കെ അറിയാം, അല്ലേ? ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി സമൂഹത്തെ ചാറ്റിങ്ങിലൂടെ ചീറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വസ്തുവാണ്. ലഹരി പോലെയുള്ള മാരക വിഷങ്ങളെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിൽ പലരും പ്രയോഗിക്കുന്നത്, അല്ലെ, ഉപയോഗിക്കുന്ന ഇത്തരം ഡിവൈസുകളാണ്. അപ്പോൾ ഗുണവും ദോഷവുമുള്ള ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ അതില്ലാതെ ഇന്ന് മനുഷ്യന് ജീവിക്കുക അസാധ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? മൊബൈൽ ഫോൺ ഒരു ദിവസം ഉപയോഗിക്കാതെ ജീവിക്കുക എന്നത് തീവ്ര പരിശീലനം കൊണ്ട് പോലും സാധിക്കാത്തൊരു വസ്തുവായി ഇന്ന് മാറിക്കഴിഞ്ഞു, അല്ലേ? എൻ്റെ കുഞ്ഞുമക്കൾക്ക് അറിയാം അതൊക്കെ. അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു രീതി നമ്മൾ ആദ്യം അറിയണം. കാരണം ഒരുപക്ഷെ ഈ പാഠഭാഗത്ത് നിന്ന് നിങ്ങളെ തേടിയെത്തുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം. ഇന്ന് സമൂഹത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന നവമാധ്യമങ്ങൾ പലപ്പോഴും തെറ്റായ പ്രചരണങ്ങൾ നടത്താനും അത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്, അല്ലേ? തെറ്റുകൾ പ്രചരിപ്പിക്കുന്നതിലും ഒക്കെ മൊബൈൽ ഫോൺ മുൻപന്തിയിലാണ്. അപ്പോൾ നല്ല വശങ്ങളും ദോഷവശങ്ങളും അതിനുണ്ട് എന്നുള്ള ബോധ്യത്തിലായിരിക്കണം അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന ഗോപികൃഷ്ണൻ്റെ കവിതയെ മുൻനിർത്തേണ്ടത്. ഗോപികൃഷ്ണൻ എന്ന് നമുക്കറിയാം ഉത്തരാധുനിക കവിയാണ് കേട്ടോ, മറക്കരുത് മക്കൾ. ഉത്തരാധുനിക കവിയാണ്, പോസ്റ്റ് മോഡേൺ കവിയാണ്. എന്താണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ? യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള രചനകളെ, കവിത മാത്രമല്ല രചനകളെയാണ് സത്യത്തിൽ ഉത്തരാധുനികതയോട് ചേർത്ത് വയ്ക്കുന്നവ പലതും, അല്ലേ? നമ്മൾ സഞ്ചരിക്കുന്ന കാലത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന കൃതികളെയാണ് ശരിക്കും ഉത്തരാധുനിക കൃതികൾ എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ പോസ്റ്റ് മോഡേൺ കവിതയാണ് അന്നന്നത്തെ മോക്ഷം. പോസ്റ്റ് മോഡേൺ കവിയാണ്, ഉത്തരാധുനിക കവിയാണ് ഗോപികൃഷ്ണൻ, എൻ ഗോപികൃഷ്ണൻ എന്ന് പറയുന്നത്. അതൊക്കെ നോക്കുക. അപ്പോൾ മായക്കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലേ? ദൃശ്യമാധ്യമങ്ങളുടെ പടയോട്ടമാണ്. ഞാൻ റെസിഡൻസ് എഡിറ്റർ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, മൊബൈൽ വന്നതോടുകൂടിയാണ് നമ്മളൊക്കെ എഴുത്തുകാരായി മാറുന്നത്, അല്ലേ? ഒരു അപ്പോൾ നമ്മുടെ വികാരങ്ങളെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മൊബൈൽ ഫോൺ വന്നതോടെ ഏറ്റവും കൂടുതൽ ആയത്, അല്ലേ? മാത്രമല്ല എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സായി മാറി. ഒരു സെൽഫി എങ്കിലും എടുക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഈ ലോകത്ത്. കാരണം പണ്ടൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ സ്റ്റുഡിയോയിൽ പോകണമായിരുന്നു, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല,
അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ നേട്ടങ്ങളുണ്ട്. അപ്പോൾ മായക്കാഴ്ചകളിൽ നിന്ന് ഇമോജികൾ മുഖം നോക്കുന്ന തലത്തിലേക്ക് നമ്മുടെ വിവര സാങ്കേതിക വിദ്യ വളർന്നു. അതിൻ്റെ ഏറ്റവും 5Gയിലെത്തിക്കഴിഞ്ഞു. നമ്മൾ 5th ജനറേഷനിലേക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ അടങ്ങിയ മൊബൈൽ ഫോണുകൾ എത്തിക്കഴിഞ്ഞു നമ്മളെ കയ്യിൽ, അല്ലേ? അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മായക്കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഇമോജികൾ മുഖം നോക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അന്നന്നത്തെ മോക്ഷം എന്ന കവിത മുന്നോട്ട് വെക്കുന്ന ആശയതലം എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? അന്നന്ന് നമുക്ക് കിട്ടുന്ന മോക്ഷം അതെന്താണ്? മൊബൈൽ ഫോണിൽ വന്നൊരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി, അല്ലേ? എന്താണ് ആ കാണാനുള്ള വ്യഗ്രത? കൈകൊണ്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ കാണുന്നത്, അല്ലേ? അപ്പോൾ ആറാമതൊരു വിരൽ കൂടി മുളച്ചതുപോലെ തോന്നുക എന്ന് പറയുമ്പോൾ ആ മെസ്സേജ് കണ്ടപ്പോൾ ഉണ്ടായ ഒരു വ്യഗ്രതയില്ലേ, അത് എന്താ? ഒരു മൊബൈൽ ഏതെങ്കിലും ഒരു തമാശ നമുക്ക് മൊബൈൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? സ്ക്രോൾ ചെയ്ത് അത് എത്രയും പെട്ടെന്ന് നമ്മൾ അറിയുന്നവരിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ള ആ ഒരു വ്യഗ്രതയെ, ആ ഒരു തിടുക്കത്തെയാണ് ആറാമതൊരു വിരൽ മുളച്ചു എന്നതുകൊണ്ട് കവിയോട് ഉദ്ദേശിക്കുന്നത്. തനിക്ക് കിട്ടിയ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വ്യഗ്രത, അതിൻ്റെ തിടുക്കം, അതൊക്കെ സൂചിപ്പിക്കുന്ന വരിയാണ് ഏതാ? ഒരു വിരൽ കൂടി മുളച്ചു എന്ന് പറയുന്ന പദപ്രയോഗം എന്ന് പറയുന്നത്. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയതുപോലെ, അല്ലേ? നമ്മൾ കൃഷ്ണമണി തിളങ്ങുന്നപ്പോഴാണ് ആങ്സൈറ്റി, ആകാംക്ഷ നിറയുമ്പോഴാണ് നമ്മുടെ കൃഷ്ണമണി തിളങ്ങുന്നത്. അത് മറ്റുള്ളവരിലേക്ക് അയച്ച് എന്താ പറയുക, ആ ഒരു വല്ലാത്ത ഒരു വ്യഗ്രതയുണ്ട് അതിന്. നമുക്ക് കയ്യിലൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 പേരിലോ 10 100 പേരിലേക്ക് നമുക്ക് അറിയുന്നവരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നതിലേക്കുള്ള നമ്മുടെ ഒരു വല്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ വല്ലാത്തൊരു അസ്വസ്ഥത. എന്തിനുള്ള അസ്വസ്ഥതയാ? അത് കുറച്ച് ആളുകളിലേക്ക് അയക്കാനുള്ള വ്യഗ്രത. അതെൻ്റെ ഖജനാവിൽ തന്നെ കിടന്നാൽ വലിക്കും പുളിക്കും ചെയ്യും, അല്ലേ? തമാശ വലിക്കും പുളിക്കും ചെയ്യും. അതായത് തൻ്റെ മനസ്സിൽ മാത്രം നിന്നാൽ അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കണമെന്നുള്ള ചിന്ത, അല്ലേ? മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്നതല്ലേ അത്? മനസ്സിലായ മക്കൾക്ക്? അപ്പം ഇക്കിളിയാവുക എന്നുള്ള അസ്വസ്ഥതയാണ്, മറ്റൊരാളിലേക്ക് അത് എത്തിക്കാത്തതിൻ്റെ അസ്വസ്ഥത മുഴുവൻ ആറാമത് വിരൽ മുളിച്ചതായി തോന്നുക, വ്യഗ്രതയാണ്. അതുപോലെ കൃഷ്ണമണി തിളങ്ങുന്നതായി തോന്നുക, ചെരുപ്പ് കാലിൽ ഇക്കിളി കൂട്ടുന്ന പോലെ തോന്നുക. ഇതൊക്കെ തനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ വ്യഗ്രതയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ആ വരിയൊന്ന് ഓർത്ത് വെക്കുക മക്കൾ. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. 150 പേർക്ക് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടുക, അല്ലേ? 150 പേരെ ഊട്ടുക എന്ന പദപ്രയോഗം നോക്കൂ നിങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പൗരാണികതയിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ യേശുദേവൻ്റെ ആ ഒരു ചിന്ത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ. അതൊരു സൽക്കർമ്മമായിരുന്നു. ഇന്ന് തൻ്റെ മൊബൈലിൽ വന്ന ആ തമാശ 100 പേരെ കൂടി ചിരിപ്പിച്ചു എന്നത്, അന്ന് ഊട്ടുക എന്നത് ശരീരത്തിനാണെങ്കിൽ ഇവിടെ മൊബൈൽ ഫോൺ കൊണ്ട് ഊട്ടി എന്ന് പറയുമ്പോൾ 150ഓളം ആളുകളുടെ, അല്ലെ 150 പേരുടെ മനസ്സിലേക്ക് അത് എത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? അങ്ങനെ 150 പേരിലേക്ക് അത് എത്തിക്കുന്നതോടുകൂടി അതിൻ്റെ കർത്താവ് ആരാണ്? 150 പേരാണ്. അതാണ് വലിയ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രധാന വിഷയങ്ങളിലൊന്നതാണ് കർത്തൃത്വം നഷ്ടപ്പെട്ടു പോകുന്നു. അത് വെരി ഇമ്പോർട്ടൻ്റായി മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കർത്തൃത്വം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത്. ഒരു സാധനം നമ്മൾ അയക്കുമ്പോൾ അത് നമ്മുടേതല്ലാതെയായി മാറുന്നില്ലേ? ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു, നിങ്ങളത് വേറെ ആളൊക്കെ അയക്കുമ്പോൾ ആ മെസ്സേജിൻ്റെ ഉടമ ആരാ? നിങ്ങളാ. കർത്തൃത്വം നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാനകാല നവമാധ്യമ സംസ്കാരത്തെ കളിയാക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു സാധനം എഴുതിയവൻ ഒരു വിലയുമില്ലാതെ പോകുന്ന കാലം. ഇന്നെല്ലാം അങ്ങനെയല്ലേ മക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു നൃത്തരൂപം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞു. അത് നമ്മളെ കൈവിട്ട് പോയി കഴിഞ്ഞു. പിന്നീട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന ആരാ? കാഴ്ചക്കാരും അത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന വിതരണക്കാരുമൊക്കെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുകയും എഴുത്തുകാരൻ നിസ്സഹായനും നിസ്സംഗനുമായി നിൽക്കേണ്ടി വരികയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്,
അല്ലേ? ഒരു എഴുത്ത്, അതാണ് മക്കളെ എഴുത്ത്, അല്ലേ? പണ്ടൊക്കെ ഒരു എഴുത്തായിരുന്നു. ഒരു എഴുത്ത് മറ്റൊരാൾക്ക് അയക്കുമ്പോൾ ആ എഴുത്തിൻ്റെ ഉടമ ആ എഴുതിയവൻ തന്നെയാണ്. കാരണം എന്താ? അവൻ്റെയും എഴുതുന്നവൻ്റെയും വായിക്കുന്നവൻ്റെയും മനസ്സുകൾ തമ്മിലാണ് ആ വ്യാപാരം നടക്കുന്നത്. എന്നാൽ ഇത് 150 പേർക്ക് അയക്കുന്നതോടുകൂടി പിന്നെ നിങ്ങളല്ലാതെ 150 വായനക്കാരുടെ കർത്താവായി മാറും, അല്ലേ? തനിക്ക് മൊബൈലിൽ വന്നൊരു സാധനമാണ് 150 പേർക്ക് അയച്ചത്. പക്ഷേ അയക്കുന്നതോടുകൂടി 150 പേരുടെയും കർത്താവായിട്ട് ആര് മാറും? അതിൻ്റെ കർത്തൃത്വം ആർക്ക് കിട്ടും? അയക്കുന്നവന് കിട്ടും, എഴുതുന്നവനല്ല. അയക്കുന്നവനാണ് കിട്ടുന്നത്. 150 സിനിമകളുടെ ഹാസ്യതാരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്, അല്ലേ? ഇവിടെ ഒരു മൊബൈൽ ഫോണിൽ വരുന്ന ഒരു മെസ്സേജ് എത്ര പെട്ടെന്നാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നവമാധ്യമ സംസ്കാരത്തെ നിശ്ചിതമായി വിമർശിക്കുക കൂടി ഈ കൃതിയിലൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമെന്നുള്ളത്. അപ്പം ഇടിക്കാലൂരി പനമ്പട്ടടി P.N. ഗോപികൃഷ്ണൻ്റെ ഈ കവിത അന്നന്നത്തെ മോക്ഷം എന്ന കവിത മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു മെസ്സേജ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രതയെ സൂചിപ്പിക്കുന്നു, അല്ലേ? മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. തൻ്റെ ഖജനാവിൽ തന്നെ അത് നിന്നാൽ അത് കേടുവന്നു പോകും, വലിക്കും പുളിക്കും ചെയ്യുമെന്ന് പറയുമ്പോൾ അത് മറ്റാരിലേക്കും എത്തുന്നില്ല, തന്നിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് 150 പേർക്ക് അത് അയച്ചത്. 150 പേർക്ക് അയക്കുന്നതോടുകൂടി ആ 150 വായനക്കാരുടെയും ഹൃദയം കീഴടക്കുന്ന എഴുത്തുകാരനായി ഈ സന്ദേശം അയച്ച ആൾ മാറുകയാണ് മക്കളെ. ആ സന്ദേശം വേറെ ആരോ ആണ്, എൻ്റെ കയ്യിലേക്ക് വേറെ ആരോ അയച്ചു തരുന്നതോടുകൂടി അതിനെയാണ് നമ്മൾ വൈറൽ പീസുകൾ എന്നൊക്കെ വിളിക്കുന്നത്. വൈറൽ പീസുകൾ എന്ന് വിളിക്കുന്നതൊക്കെ അതിനെയല്ലേ, അല്ലേ? പക്ഷേ അത്തരം വൈറലാകുന്ന വസ്തുക്കളൊക്കെ എഴുത്തുകാരന് കൃത്യമായ ധാരണ കിട്ടുന്നുണ്ട് ഇക്കാലത്ത് എന്നുള്ള വേറൊരു സത്യം, അല്ലേ? നമ്മൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈറലായി കഴിഞ്ഞാൽ ആ ചെയ്ത വ്യക്തി അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതും മറ്റൊരു കാര്യം, കാരണം ഇന്ന് നവമാധ്യമങ്ങൾ വന്നതോടുകൂടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു എന്നത്, അല്ലെ, അവസരങ്ങൾ കിട്ടുന്നു എന്നതും മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങൾ വന്നതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടൊന്നാണ്. ഓക്കെ, അപ്പോൾ അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്, അല്ലേ? അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന കവിതയിലെ ശീർഷകത്തിന് തന്നെ എപ്പോഴാണ് മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ മോക്ഷം കിട്ടുന്നപ്പോഴാണ് തൻ്റെ ഉള്ളിൽ ഉണ്ടായൊരു തമാശ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചൊരു തമാശ 100-150 പേർക്ക് അയക്കുമ്പോഴാണ് അയാൾക്ക് മോക്ഷം കിട്ടുന്നത്. അന്നന്ന് മോക്ഷം കിട്ടും, അല്ലേ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആദ്യം നോക്കുന്നത്, പണ്ടൊക്കെ ആദ്യം നോക്കുക, അല്ല എണീറ്റ് ഉടനെ കിട്ടുക ഒരു കട്ടൻ കാപ്പിയോ ഒക്കെ കുടിച്ച് നേരെ പത്രത്തിലേക്കായിരുന്നു നമ്മൾ പോവുക. എന്നാൽ എഴുന്നേറ്റ പാടെ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചോ നോക്കാൻ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലേ? മൊബൈൽ ഫോൺ എടുത്തിട്ടാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, അതിന് ശേഷമാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വായന ഇല്ലാതെയായി പോയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, മോളെ പത്രം വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞത്, സാർ ഞാൻ മൊബൈലിൽ വാർത്തകളുടെ അപ്ഡേറ്റുകൾ എനിക്ക് കിട്ടാറുണ്ട്, ഞാൻ നോക്കാറുണ്ടെന്നാണ്. പക്ഷേ ആ നോട്ടവും വായനയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖവും തമ്മിൽ വ്യത്യാസമുണ്ട്, നമ്മളറിയാതെ പോകുന്നൊരു കാര്യമാണത്. അപ്പം ഇവിടെ P.N. ഗോപികൃഷ്ണൻ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ വ്യഗ്രതയെയാണ് നിശ്ചിതമായി കളിയാക്കാൻ ശ്രമിക്കുന്നത്. തൻ്റെ കയ്യിലൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തമാശ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് മറ്റുള്ളവർക്ക് അയച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു പ്രവണതയെ കൂടി കളിയാക്കുകയാണ് അന്നന്നത്തെ മോക്ഷം എന്നുള്ള കവിത എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളുടെ ഹാസ്യതാരമാണ്. ഈ വരി തന്നിട്ട് സമകാലിക മനുഷ്യൻ്റെ മനോഭാവത്തെ ചിത്രീകരിക്കാൻ ഈ വരി പര്യാപ്തമാണോ എന്നൊരു ചോദ്യം വന്നേക്കാം. തീർച്ചയായിട്ടും ഒരു മെസ്സേജ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ കാണിക്കുന്ന വ്യഗ്രത, അത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സുഖം, അതിനെയൊക്കെ വിമർശിക്കുന്ന ഒരു രീതിയിലാണ് കവി ഈ കവിത എഴുതിയിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ഇതാണ് അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്നത്. മൊബൈൽ വന്നൊരു തമാശ, അല്ലേ? എനിക്ക് വലം കയ്യിൽ വിരൽ മുളച്ച ഇത് വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരി, അല്ലേ? വലം കയ്യിൽ ഒരു വിരൽ മുളച്ചു എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വലം കൈയാണ് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു വിരൽ കൂടെ മുളച്ചു എന്ന് പറയുമ്പോൾ എന്താ, അത് പെട്ടെന്ന്
ആ മെസ്സേജ് പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു തിടുക്കം, ആ തിടുക്കത്തെ കൃത്യമായി വിമർശനാത്മകമായി കാണാൻ ഈ വരികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥതലങ്ങളിലേക്ക് വേണം മക്കൾ എന്ത് ചെയ്യാൻ, ഇതിനെ കാണാൻ എന്നുകൂടി ഓർത്ത് വെക്കുക. ഈ അനുഭവ ലോകത്തിൻ്റെ സവിശേഷത, ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയ, അത് ഞാൻ പറഞ്ഞു. 150 പേരിലേക്ക് ഒരു തമാശ നമ്മൾ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സംതൃപ്തിയെ വളരെ വ്യക്തമായി അവതരിപ്പിക്കാൻ ഈ വരികളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ അന്നന്നത്തെ മോക്ഷം എന്ന കവിത മുന്നോട്ട് വെക്കുന്ന സമകാലിക ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി ഓർത്ത് വെക്കണം മക്കൾ. അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം, അല്ലേ, ഓരോ ദിവസവും മനുഷ്യന് മൊബൈൽ ഫോണുകൾ എത്രമാത്രം ജീവിതത്തിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് വലിയ ഒരു ഇതാണ് അന്നത്തെ മോക്ഷം, അന്നന്ന് ലഭിക്കുന്ന മോക്ഷം എന്ന പദത്തിലൂടെയുള്ള അർത്ഥം, അല്ലേ. ഒരു മൊബൈൽ ഫോണിൽ വരുന്ന മെസ്സേജുകൾ 1000 പേർക്കോ 2000 പേർക്കോ ഷെയർ ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് മനുഷ്യൻ, ഇന്നത്തെ കാലത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലെ, എന്ത് വന്നാലും നിങ്ങൾക്കൊക്കെ അറിയാം, അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള മനോഭാവം നിങ്ങളെയും എൻ്റെയും ഒക്കെ ഉള്ളിലുണ്ട്. ഒരു തമാശ നമ്മുടെ കയ്യിലോ, തമാശ എന്നല്ല എന്തെങ്കിലും ഒന്ന്, അല്ലേ, കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കറിയുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്യുകയും അവർക്കറിയുന്നവരിലേക്ക് ഷെയർ ചെയ്യുകയും ആ ഷെയർ ചെയ്യപ്പെട്ടവർ അവർക്ക് അങ്ങനെ വ്യാപിക്കും, അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മൾ, അല്ലേ. പണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ മൊബൈൽ ഫോൺ എവിടെയാണ് വെച്ചതെന്നറിയാതെ, അതും സൈലൻറ്റ് മോഡിലാക്കി വെച്ചിട്ട് എവിടെയാണ് വെച്ചതെന്നറിയാതെ വീട്ടിൽ വലിയ കലാപം നടന്നിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗൃഹനാഥന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ മൊബൈൽ ഫോൺ വേണോ അത്രേ, അതില്ലെങ്കിൽ അയാൾ അസ്വസ്ഥനാണെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ ഇരുന്ന് 2 റീൽസൊക്കെ കണ്ടാലേ അദ്ദേഹത്തിന് കാര്യം സാധിക്കുകയുള്ളൂ. ആ ലെവലിലേക്ക് നമ്മുടെ മൊബൈലും നമ്മളും തമ്മിലുള്ള ബന്ധം മാറിയിരിക്കുന്നു എന്നുള്ള അപകടകരമായ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ. മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് വീട്ടിൽ കലാപം സൃഷ്ടിക്കുന്നവരാ എൻ്റെ കുഞ്ഞുമക്കൾ അധികവും. ഇല്ല, എന്നോട് രക്ഷിതാവ് പറഞ്ഞു, സാർ പരീക്ഷയ്ക്കല്ലേ ഞങ്ങൾ മൊബൈൽ ഫോണ് ഒക്കെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്, പക്ഷേ അവൻ മൗനിയും പ്രതിഷേധക്കാരനും ഒന്നും വായിക്കാതെ ഞങ്ങളോട് പ്രതിഷേധിച്ചിരിക്കുകയാണ് നേരാവണ്ണം ഭക്ഷണം കഴിക്കാതെ എന്ന്. കാരണം ആ ഡിവൈസ് നമ്മുടെയൊക്കെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊരു ദിവസം നമ്മൾ ചെലവഴിക്കുന്ന സമയം എത്ര, ആ സമയം നമുക്ക് നൽകുന്ന മാനസിക ഉല്ലാസം എത്ര, അതൊക്കെ വിലയിരുത്തത്തക്ക രൂപത്തിലുള്ള ശീർഷകമാണ് അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന ശീർഷകം. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾ അതൊന്ന് ഓർത്ത് വെക്കാം. ശീർഷകത്തിന് വലിയ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ള കവിത കൂടിയാണ് അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്നത്. അതൊരു ഉത്തരാധുനിക കവിതയാണ്. സമകാലിക യാഥാർത്ഥ്യങ്ങൾ നേരെ പിടിച്ച കണ്ണാടിയാണ് അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന കവിത. മനുഷ്യൻ്റെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വസ്തുവിനോട് മനുഷ്യനുള്ള വിധേയത്വമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ വിധേയരാണെന്നേ, നമ്മൾ അടിമകളെന്നൊക്കെ പറഞ്ഞോണം. നമുക്കൊരു ദിവസം വാട്സപ്പ് എന്ന് പറയുന്ന സാധനം, വാട്സപ്പ് എന്ന് പറയാൻ പേടിയാണ്, ഞാൻ വാട്സപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, സർ വാട്സപ്പ് അല്ല വാട്സാപ്പ് എന്ന് പറയണമെന്നാണ് പറഞ്ഞത്. അത് അല്ല, എന്തോ ഒരു ആപ്പ്, അതൊരു ദിവസം പണിമുടക്കിയ എന്താ നിങ്ങളുടെ അവസ്ഥ? ഒന്നും വേണ്ട, ഇൻ്റർനെറ്റ് പണിമുടക്കിയാൽ എന്തായിരിക്കും മക്കളെ അവസ്ഥ? സത്യം പറഞ്ഞാൽ അസ്വസ്ഥ, ലഹരിക്ക് അടിമപ്പെട്ട ഒരുവൻ ലഹരി കൃത്യസമയത്ത് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന അസ്വസ്ഥതയേക്കാൾ കഠിനവും ഭയാനകവുമാണ് ഒരു ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നാൽ മനുഷ്യനുണ്ടാകുന്നത് എന്നതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊരു മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ശീർഷകം തന്നെയാണ് അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ എന്തുണ്ട്, പ്രാധാന്യമുണ്ട് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ്. ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു. കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാം. ഇതൊക്കെ വെച്ച് നമുക്ക് പ്രഭാഷണം തയ്യാറാക്കാം. അതിനു മുമ്പായി നമുക്ക് പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്ന് വേണ്ടേ? പ്രഭാഷണം കേൾക്കുമ്പോൾ സംബോധന വേണം.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയരെ തുടങ്ങിയുള്ള സംബോധനയോടുകൂടി മാത്രമേ പ്രഭാഷണം ആരംഭിക്കാവൂ. അതിന് മാർക്കുണ്ട്. പിന്നെയോ വിഷയത്തിൻ്റെ അവതരണം, വിഷയം അവതരിപ്പിക്കുന്നത് കൃത്യതയോടുകൂടി വേണം. ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റുകളോ മറ്റാരുടെയെങ്കിലും കോട്ടുകളോ മറ്റാരെങ്കിലും പറഞ്ഞ പ്രധാന വാക്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. അങ്ങനെ തന്നിരിക്കുന്ന വിഷയത്തെ നീതിപൂർവമായി ന്യായീകരിക്കാനും വ്യക്തമായി അവതരിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അതിനെയാണ് വിഷയത്തിൻ്റെ അവതരണം അല്ലെങ്കിൽ ആശയ വ്യക്തത എന്ന് പറയുന്നത്. ആശയ വ്യക്തതയുണ്ടാവണം. പിന്നെയോ പദപ്രയോഗത്തിലെ കൃത്യത, പദപ്രയോഗങ്ങൾ അല്ലേ, ചില പദങ്ങളൊക്കെ കുറുക്കിക്കൊള്ളുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രഭാഷണം നടത്താം. അതിന് ശേഷം ഉപസംഹാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ് എന്ന് പറയുന്ന ഉപസംഹാരം. അപ്പം അഭിസംബോധനയും ഉപസംഹാരവും നിർബന്ധമാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമായി അവതരിപ്പിച്ച് ഫലിപ്പിക്കുവാൻ പ്രഭാഷണത്തിന് സാധിക്കണം. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രഭാഷണമാണ് മുഴുവൻ മാർക്കും അർഹിക്കുന്ന പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഭാഷണം ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡിങ് എഴുതി വെക്കലല്ല വേണ്ടത്. ഉപന്യാസവും പ്രഭാഷണവും വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണോ മക്കൾക്ക്? വിവരവിനിമയം അല്ലേ. അപ്പം ആദ്യം നമ്മൾ മാന്യസദസ്സിന് വന്ദനം. മൊബൈൽ ഫോണുകളുടെ നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലേ, വിവരവിനിമയം എന്നുള്ളതാണ് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വിവരവിനിമയം ചെയ്യുക, വിവരങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. അല്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിവരത്തെ നിങ്ങളാൽ കഴിയുന്ന അത്രയും പേരിലേക്ക് വിനിമയം ചെയ്യാൻ സാധിക്കുന്നു നവമാധ്യമങ്ങളിലൂടെ എന്നുള്ളതാണ്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുക, അറിവുകളുടെ പങ്കുവയ്ക്കലും വിനിമയവും സാധ്യമാകുന്നുണ്ട്. പിന്നെ സംരംഭകത്വം അല്ലേ, മൊബൈൽ ഫോൺ ഓൺലൈനിലായിട്ട് സംരംഭകർ എത്രയുണ്ട്. കാണുക പോലും ചെയ്യാത്ത ആളുകൾ എവിടെ നിന്നൊക്കെയോ കൂട്ടായ്മയായി മാറുകയും അവർ ഒന്നിച്ച് സംരംഭകരായി മാറുകയും ചെയ്യുന്നില്ലേ ഇല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സോപ്പ് നിർമ്മാണം, ഒരു പുതിയ കണ്ടൻറ്റ്, സോപ്പിൻ്റെ പുതിയൊരു കണ്ടൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ അത് ഇങ്ങനൊരു സ്ഥാപനം എനിക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ കഴിയാത്ത ആളുകളെ പോലും നമുക്ക് ഓൺലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും, ബന്ധപ്പെടുകയും അവരോടൊപ്പം സംരംഭകരായി മാറാൻ സാധിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ കൂട്ടായ്മകൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ അടുത്ത കാലത്ത് നമുക്ക് നേരിട്ട വയനാട് ജില്ലയിൽ നേരിട്ട ചൂരൽമലയും മുണ്ടകയും എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തെ ദുരന്തം, എത്ര പെട്ടെന്നാണ് ദുരന്ത നിവാരണത്തിനുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെട്ടത്. എവിടെ നിന്നെല്ലാമാണ് വസ്ത്രവും ഭക്ഷണവും അവശ്യ എന്താ പറയുക മരുന്നുകളുമൊക്കെ എത്തിയത്, എവിടെ നിന്നൊക്കെയാണ്, എത്ര പെട്ടെന്നാണ് എത്തിയത്. അത്തരത്തിലുള്ള ദുരന്ത നിവാരണ കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെടാൻ ഇന്ന് നവമാധ്യമങ്ങളിലൂടെ സാധിക്കുന്നു എന്നത് അതിൻ്റെ നേട്ടമാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ, എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ എഴുതി ഇങ്ങനെയുള്ള ആശയതലങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷം വേണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില പോരായ്മകളും ചില ബുദ്ധിമുട്ടുകളും മൊബൈൽ ഫോൺ അല്ലെ നവമാധ്യമങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, ചീറ്റ് ചെയ്യപ്പെടുന്നു, ചതിക്കപ്പെടുന്നു എന്നതാണ് പലപ്പോഴും മൊബൈൽ ഫോൺ കൊണ്ട് അല്ലെ നവമാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അല്ല, തെറ്റായ വഴികളിലേക്ക് നമ്മെ പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത്തരം സൈറ്റുകൾ കൗമാര മനസ്സുകളെ ശിഥിലമാക്കുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ ദോഷമാണ്. അപ്പോൾ എല്ലാ ഗുണങ്ങളും എഴുതിയതിന് ശേഷം അതിൻ്റെ ദോഷവശങ്ങൾ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ, ആ പ്രസംഗം അവസാനിപ്പിക്കുക. ഇതാണ് ആ പ്രസംഗത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. നോക്കൂ, ഏത് മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കുന്നു. ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ നമ്മുടെ വീടിനകത്തെ സംഭവത്തെ ലോകത്തിന് മുമ്പിലെത്തിക്കുന്നു. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിനെ പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം.
പത്രങ്ങൾ സൂര്യൻ ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല അവയെ വിമർശിക്കുക കൂടി ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. സുകുമാർ അഴീക്കോട് പറഞ്ഞൊരു കാര്യമാണ്, അതൊന്ന് ഓർത്ത് വെക്കുക. മൊബൈൽ SMS സന്ദേശങ്ങൾ വിനിമയ ഭാഷയെ മാറ്റി ട്രോളുകൾ നമ്മുടെ കാർട്ടൂണുകൾ അഴിച്ചുപണിതു. സമൂഹ മാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിലെ വൈവിധ്യവും ജനാധിപത്യവും തർക്കങ്ങൾക്കുള്ള നിരന്തര സാധ്യതകളുമാണ്. സിനിമാറ്റിക്കാറ്റ്, പ്രമേയങ്ങൾ, വ്യക്തികൾ, ചിത്രങ്ങൾ. CS വെങ്കടേശ്വരൻ. അപ്പോൾ സൂചനകളും പാഠഭാഗത്ത് സമകാലിക മാധ്യമങ്ങൾ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക. സംവാദം നിങ്ങൾ ക്ലാസ് മുറിയിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലെത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക. കണ്ടെത്തലുകൾ വിശദമായി കുറിപ്പ് തയ്യാറാക്കുക. അതാണ്, ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ അന്നന്നത്തെ മോക്ഷം എന്ന കവിത മുന്നോട്ട് വെക്കുന്ന ആശയം, അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന കവിതയുടെ ആശയതലത്തിൻ്റെ പ്രത്യേകത, ശീർഷകത്തിൻ്റെ പ്രത്യേകത, ആറാമത് വിരൽ മുളച്ചു, ചെരുപ്പിക്കിളി കൂട്ടി, കണ്ണ് കൃഷ്ണമണി തിളങ്ങി എന്ന് പറയുന്ന പ്രയോഗങ്ങളിലൂടെയുള്ള സാധ്യത എന്താണ് അറിയാമല്ലോ അല്ലേ. ഒരു മെസ്സേജ് കയ്യിൽ കിട്ടിയാൽ അത് എത്രയും പെട്ടെന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ വ്യഗ്രതയാണ് ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇത്രയൊക്കെയാണ് മക്കളെ അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന കവിത മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്തൊരു പാഠം, മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം മക്കളെ.